സ്ത്രീകൾക്ക് സമൂഹം നേരത്തെ നിശ്ചയിച്ച ചില പരിമിതികളുണ്ട്. എന്നാൽ ആ കാൽച്ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞാണ് സ്ത്രീകൾ ഇന്ന് സകല തൊഴിൽ രംഗത്തും പുരുഷനെ അതിശയിച്ചും അസൂയപ്പെടുത്തിയും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിയാകുന്നു, പുരുഷൻ മന്ത്രിയാകുന്നു, സ്ത്രീയും മന്ത്രിയാകുന്നു. ഏതിനാണ് ഇല്ലാത്തത്? അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു. ഏതിനില്ലാത്തതെന്നൊരു പേര് പറ. അതായത് ഈ ജോലിക്ക് നമ്മൾ ഈ സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഏറ്റവും നല്ലൊരു മനസ്സുണ്ടാകണം. ഏറ്റവും നല്ലൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ വരുന്ന യാത്രക്കാർ നമ്മുടെ കുടുംബത്തിൻ്റെ അങ്ങനെ തന്നെയാണ്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. സഹോദരങ്ങൾ തമ്മിലൊരു യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പിക്നിക്കിന് നമുക്ക് എന്തിനാ ദുഃഖം? ഒരു സ്ത്രീ, അതും തട്ടമിട്ട ഒരു മുസ്ലിം സ്ത്രീ, ഒരു പ്രൈവറ്റ് ബസിന്റെ പിൻസീറ്റിൽ നിന്ന് ഡബിൾ ബെല്ലടിക്കുമ്പോൾ മലയാളികൾ എപ്പോഴും അർത്ഥം വെച്ച ചില കോക്രിച്ച കണ്ണുകൊണ്ടേ നോക്കുകയുള്ളൂ എന്ന് ഉറപ്പാണ്. അവരുടെ തൊഴിലും ഏർപ്പെടുന്ന സകല ജീവകാരുണ്യ കർമ്മങ്ങളുമെല്ലാം തന്നെ സാധാരണ മുസ്ലിം സ്ത്രീകളിൽ നിന്ന് മാറി പരിഷ്കൃതമാണ്. അതുകൊണ്ട് റെജിമോൾക്ക് ഒരു സാധാരണ സ്ത്രീ ചാടിക്കടക്കേണ്ടുന്ന പ്രതിബന്ധങ്ങൾ മാത്രം ചാടിക്കടന്നാൽ പോരെന്ന് ഓർക്കണം. പിന്നെ അതൊക്കെ ഒരു 10 റുപ്യ കിട്ടിയിരിക്കണം, 5 റുപ്യ എന്നാലും അത് വേറെ ഒരാളെ കയ്യിലേക്ക് പോകും. ദാനാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ എത്രയോ അറിയാം കാര്യങ്ങൾ. അപ്പോൾ ബസ്സിൽ നിന്ന് കിട്ടിയ പൈസ ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയും, അതാന്ന് വെച്ചാൽ ഒരുപാട് എൻ്റെ മുമ്പ് തന്നെ ക്ലാസ്സൊക്കെ എന്നല്ല നമ്മളൊന്നും തിരിഞ്ഞു നോക്കാത്ത ആളെല്ലാം ഇതാ കൊടുക്കുന്നത് കാണുന്നുണ്ട്. 10 രൂപ കുറഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെ കൊടുക്കുന്ന കണ്ടിട്ടില്ല. പുലർച്ചെ 5:50 ആദികടലായിൽ നിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന സുന്ദരേശ്വര ബസ് പലതുകൊണ്ടും നാട്ടുകാർക്ക് വലിയൊരു ആശ്വാസമാണ്. പിന്നീട് 8ഓളം സർവീസുകൾ നടത്തി രാത്രി 10 മണിക്ക് ആദികടലായിലേക്ക് തന്നെയാണ് സുന്ദരേശ്വരന്റെ അവസാനത്തെ ഓട്ടം. ഭർത്താവ് മുഹമ്മദാണ് ഡ്രൈവർ. ഇടയ്ക്ക് +2 കഴിഞ്ഞ് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്ന മകൻ അജുവാദ് സഹായിക്കാൻ വരും. മകൾ അജിനാസ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു. പ്രൈവറ്റ് ബസ്സുകളുടെ വലിയ മത്സര ഓട്ടത്തിന്റെ കാലമാണ്. പക്ഷേ സുന്ദരേശ്വര ബസ്സിൽ യാത്രക്കാരൻ ഒരാളാണെങ്കിൽ പോലും ഷെഡ്യൂൾ ചെയ്ത ഓട്ടം മുടക്കില്ല. അത് മനുഷ്യരോട് തനിക്ക് ചെയ്യാനുള്ള സേവനത്തിന്റെ ഒരു മാർഗമാണെന്ന് ബസ്സുടമ കൂടിയായ ഈ ക്ലീനർ ജോലിക്കാരി കരുതുന്നു. സ്വന്തം ബസ്സിന്റെ പേരിൽ അവർ നാട്ടിൽ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചു നൽകുന്നു. ബസ് ഓടിക്കുന്ന ഡ്രൈവറാണെങ്കിലും നിയന്ത്രണം ക്ലീനറുടെ കയ്യിലാണെന്നാണ് പറയുക. ഇവിടെ ഒരു സ്ത്രീയുടെ കയ്യിലാണ് ബസ്സിന്റെ നിയന്ത്രണം. 7 വർഷം മുമ്പ് വിദേശത്ത് നഴ്സായിരുന്ന റെജിമോൾ ആ ജോലി വേണ്ടെന്ന് വെച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ ഏറ്റെടുത്ത ജീവനോപാധി ഇന്ന് സാമൂഹ്യ സേവനത്തിന്റെ മുൻമാതൃകയില്ലാത്തൊരു കർമ്മരംഗമാവുകയാണ്. സ്ത്രീകൾക്ക് ബസ് യാത്ര പോലും സുരക്ഷിതമല്ലാത്ത കാലത്താണെന്നോർക്കണം ഒരു മുസ്ലിം സ്ത്രീ ക്ലീനർ ജോലിയിലേക്ക് കടന്നു വരുന്നത്. നഗരത്തിൽ ബ്ലോക്ക് വന്നാൽ അവർ ഇറങ്ങിപ്പോയി ട്രാഫിക്കിന് സഹായിക്കുന്നു. അപകടം വന്നാൽ രക്ഷാദൂതയായി ആശുപത്രിയിലേക്ക് പായുന്നു. അതുകൊണ്ട് മിക്കപ്പോഴും ക്ലീനറില്ലാതെയും ഓടേണ്ടി വരുന്നു കണ്ണൂരിന്റെ ഈ സുന്ദരേശ്വരന്. സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്നതാണ് നല്ലതെന്നും പുറത്തിറങ്ങിയാൽ അഴിഞ്ഞാട്ടത്തിന് കാരണമാകുമെന്നും മതത്തിലെ ഒരു പഴയ വിഭാഗം ഇപ്പോഴും ശക്തമായി വാദിക്കുമ്പോഴാണെന്ന് ഓർക്കണം കണ്ണൂരിലെ റെജിമോൾ തന്റെ സുന്ദരേശ്വര ബസ്സുമായി റോഡിലിറങ്ങുന്നത്. ഇസ്ലാമിന്റെ ആവിർഭാവകാലത്ത് തന്നെ സ്ത്രീകൾ സാമൂഹികമായി കരുത്താർജിച്ച ജനതയായിരുന്നുവെന്ന കാര്യം അത്തരക്കാർ അറിയാത്തതുകൊണ്ടാകാം അങ്ങനെ. പ്രവാചകന്റെ പ്രിയതമയും വർത്തക പ്രമാണിയുമായ ഖദീജയേക്കാൾ ഉത്തമമായതൊന്നും തനിക്ക് ജീവിതത്തിൽ ലഭിച്ചില്ലെന്ന് നബിയെ കൊണ്ട് തന്നെ പറയിച്ച കരുത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ സ്ത്രീ. തന്റെ കച്ചവട സംഘത്തെ ഉഷ്ണകാലത്ത് സിറിയയിലേക്കും ശൈത്യകാലത്ത് യമനിലേക്കും നയിച്ച ഖദീജയെ മനസ്സിലാകാത്തവർക്ക് മാത്രമേ ഇക്കാലത്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വിലക്കിടാനാവൂ.